ഗ്രാജുവേഷൻ കഴിഞ്ഞാലൊരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. ഹലോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടല്ലോ ചെമ്പിലയിൽ തത്തി കളിക്കുന്ന വെള്ളത്തുള്ളികളെ ഓർമ്മ വരുന്നത്. അന്ന് ആ വെള്ളത്തുള്ളികൾ അതേ റൗണ്ട് ഷേപ്പിൽ തന്നെ കയ്യിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിലും ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് അതേ വെള്ളത്തുള്ളികൾ എൻ്റെ കൈവേളയിൽ ഇങ്ങനെ കിട്ടിയപ്പോൾ തോന്നുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, നൊസ്റ്റാൾജിയ. അപ്പൊ കുറെ പേരിങ്ങനെ ചേച്ചിയുടെ സംസാരം കൊള്ളാം എന്നൊക്കെ. ഞാൻ ചേച്ചി എന്റെയോ രാജ്മോഹൻ പേരാണ് കേട്ടോ. എന്റെ മോൻ രാജാവിനെ പോലെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രോ വരാറില്ല. ഹലോ ഫോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങാറ്. ഹായ് ഫോക്സ്, ഹലോ ഫോക്സ് ഇട്ടേ. പിന്നെ ഉണ്ടല്ലോ എവിടെ നിന്നൊക്കെയാ ചീത്തവിളി. FOX ഫോക്സ് എന്ന് പറഞ്ഞ പിള്ളേരിരുന്ന് തുടങ്ങും. കുറുക്കന്മാരെന്നാണോ ചേച്ചി ഞങ്ങളെ വിളിക്കുന്നേ? കാരണം ആദ്യം ചാനലിന്റെ പേര് കുക്ക് വിത്ത് രവീണ എന്നായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞിട്ടുണ്ട് മീനിന്റെ അപ്പൊ ആദ്യത്തെ ശരിക്കും എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. കിൻഡർ ജോയ്ക്ക് ആയിരുന്നു എന്റെ കണ്ടന്റ്. നമ്മള് തിന്നും എന്നിട്ട് കളിപ്പാട്ടം കൊണ്ട് കളിക്കും. എന്റെ ആദ്യത്തെ കിൻഡർ ജോയുടെ വ്യൂസ് എത്രയാ? 6 മില്യൺ വ്യൂസ് ഉണ്ടോ കിൻഡർ ജോയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. കിൻഡർ ജോയ്ക്ക് ഭയങ്കര പവറാ, ഭയങ്കര മൈലേജാ. ഹായ്, ബിഹൈൻഡ് വുഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുക ഷോർട്സ് ആണ്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം എപ്പോഴും കാണുന്ന ഒരു ഫെമിലിയർ ഫേസ് ആണ് രവീണ. ഹായ്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഹസ്ബൻഡ് ഉണ്ട്, രാജ്മോഹൻ. പേരാണ് കേട്ടോ. മലയാളിക്ക് രാജ്മോഹൻ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഒന്നെങ്കിൽ രാജ് അല്ലെങ്കിൽ മോഹൻ. ഇതിനാണ് ഈ രണ്ടും കൂടെ ഒരുമിച്ചിട്ടത്. അച്ഛന്റെ ഒരു തീരുമാനമായിരുന്നു. അച്ഛന്റെ പേര് മോഹൻകുട്ടി. രാജാവിനെ പോലെ ആവണമെന്നാണ്. രാജ്യം മോഹിക്കുന്ന. നമ്മള് രവീണയുടെ ചാനലിൽ പേര് വൈബ് വിത്ത് രവീണ എന്നാണ്. നമ്മൾ കുറേ കോണ്ടന്റ്സ് കാര്യങ്ങൾ കാണുന്നത് നമ്മൾ ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ കുക്കിംഗ്, പിന്നെ ക്രാഫ്റ്റ്, ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2022 എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ഒരു ജേർണീനെ പറ്റിയിട്ട് ലൈക്ക് എന്നോട് പറഞ്ഞു കുറെ സ്ട്രഗിൾ ചെയ്തായിരുന്നു ആദ്യം മറ്റേ സബും ഇതൊക്കെ കയറാൻ വേണ്ടിയിട്ട്. എങ്ങനെയായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്? സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ, ഞാൻ അഡ്വക്കേറ്റാണ്, പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കയ്യിൽ 10 പൈസ ഇല്ലാണ്ട് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും കുഞ്ഞിനൊരു 7-8 മാസമായിട്ടല്ലേ വേറെ ജോലിക്ക് പോകുള്ളൂ. അപ്പോൾ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിൽക്കുവാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചാനൽ തുടങ്ങാം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചാനൽ മോണിറ്റൈസേഷൻ ആവോ എന്നൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ല, സത്യമായിട്ടും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ കാശ് കിട്ടും, ഇത്ര മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ ബുദ്ധിയിൽ തുടങ്ങിയ ചാനലാണ്. അങ്ങനെ ഒരു 6 മാസമൊക്കെ ആയി, മോണിറ്റൈസേഷൻ ആയി 1.5 മാസത്തിൽ. പക്ഷെ റവന്യൂ കിട്ടി തുടങ്ങിയില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ ക്യാഷ് കിട്ടാണ്ടായപ്പോൾ ഒരു 6 മാസമൊക്കെ ആയപ്പോൾ ഞാൻ വേറെ ജോലിക്ക് പോയി, ലീഗൽ ഒപ്പീനിയൻ ഫോമിൽ ജോലിക്ക് പോയി. അതിനുശേഷം അഡ്വക്കസി തന്നെ ചെയ്തു. അപ്പോൾ അതുവരെ ചെയ്തു വെച്ചൊരു വീഡിയോ പെട്ടെന്ന് അങ്ങ് കയറി വന്നു. ഒരു 1 crore വ്യൂസ് ഒക്കെ ഷോർട്സിന് വന്നു. മറ്റേ മഴത്തുള്ളിയല്ല, ഒരു പാന്റ് മടക്കി വെക്കുന്ന വീഡിയോ. അതാണ് ആദ്യം കയറിയത്. അപ്പൊ അത് കയറി വന്നപ്പോഴേക്കും എന്നാ ചാനലിലേക്ക് തിരിച്ചു വരാം എന്ന് തോന്നി. പക്ഷെ 1-2 വീഡിയോസ് അങ്ങനെ വെറുതെ ഒരു ട്രൈ പോലെ വീണ്ടും ഒന്ന് 2023 ഇട്ട് നോക്കിയപ്പോ ആ മഴത്തുള്ളിയില്ലേ, അത് വെറുതെ ഒരു നാനോ ടൈപ്പ് ആയിരുന്നു. അത് പക്ഷെ ഒരു 5 മില്യൺ വ്യൂസ് ഒക്കെ അങ്ങ് കയറി. അപ്പോഴേക്കും എനിക്ക് തന്നെ ഒരു ആശ്ചര്യമായി, ഇതെങ്ങനെ കൊള്ളാലോ. അപ്പൊ കുറെ പേരിങ്ങനെ ചേച്ചിയുടെ സംസാരം കൊള്ളാം എന്നൊക്കെ. ഞാൻ ചേച്ചി എന്റെയോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് കയറി വന്നപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാ ഇതിൽ തന്നെ നിൽക്കാം. അങ്ങനെ ഒരു സംസാരത്തില് നമുക്ക് വായി തോന്നുന്ന പോലെ സംസാരിക്കാം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു തുടങ്ങിയതാണ്. അപ്പോ എങ്ങനെയൊക്കെയോ കയറി അങ്ങ് വന്നു. എന്നോട് ആദ്യം വന്നപ്പോ എന്താ പറഞ്ഞറിയോ, സോറി ഞാൻ ഇൻട്രോവേർട്ട് ആണെന്ന്. എന്നിട്ട് ഇപ്പൊ നിർത്തുന്നില്ല, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം, എപ്പൊ ഗ്യാപ്പ് കിട്ടുന്നത് നോക്കിയിരിക്കും. ഓക്കെ, ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ രവീണയുടെ ഒരു ഇൻട്രോ എന്ന് പറയുന്നതാണ് ആക്ച്വലി ഭയങ്കര വൈറൽ. എന്താണ് രവീണയുടെ ഇൻട്രോ? യൂട്യൂബിൽ വരുന്ന രവീണയുടെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രോ വരാറില്ല. ഹലോ ഫോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങാറ്. കുറെ നാള് എനിക്ക് അങ്ങനെയായിരുന്നു, ഇങ്ങനെ അറിയാത്ത ആൾക്കാരാണല്ലോ. അപ്പൊ ഹായ് ഫോക്സ്, ഹലോ ഫോക്സ്
ഇത് ഇട്ടേ പിന്നെ ഉണ്ടല്ലോ എവിടെ നിന്നൊക്കെയാ ചീത്തവിളി FOX ഫോക്സ് എന്ന് പറഞ്ഞ പിള്ളേരിരുന്ന് തുടങ്ങും. കുറുക്കന്മാരെന്നാണോ ചേച്ചി ഞങ്ങളെ വിളിക്കുന്നേ? അതെന്നിട്ടാ വീട്ടുകാരടക്കം പറയും വീട്ടുകാരാണ് കുറുക്കന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനൊരു Q&A വീഡിയോ ചെയ്തപ്പോ ഞാൻ അതിൽ പറഞ്ഞു ഫോക്സ് എന്ന് പറഞ്ഞാൽ FOLKS ഫോക്സ് ആണ് മക്കളെ ചേച്ചി, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കുറച്ചു പേർക്കൊക്കെ ഒന്ന് അറിഞ്ഞതെന്ന് തോന്നുന്നു. ഇപ്പോഴും ചീത്ത വരാറുണ്ട്. ഞാൻ കമന്റ് ബോക്സിൽ ഫോക്സ് എന്ന് വിളിക്കുന്ന രണ്ടും ഒരേ പ്രൊനൗൺസിയേഷൻ. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രവീണയ്ക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇൻസെക്യൂരിറ്റി പരിപാടിയുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ അവൾക്ക് ചില കണ്ടന്റ്സിനോടാണ് പ്രിയം. അപ്പം നമ്മൾ എന്തെങ്കിലും മാറ്റി ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും അവൾക്ക് അവളുടേതായ രീതിയിൽ അതായിക്കോട്ടെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ചിലത് കാലെടുത്ത് വെക്കാൻ ചിലതിലേക്ക് കാലെടുത്തേക്കാൻ ഒരു ഇതുണ്ട്. എന്നുവെച്ചാലേ ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഫാമിലി വ്ലോഗ്സ് ഒക്കെ ചെയ്യുവാണ്, ലോങ് വീഡിയോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ റവന്യൂ കൂടും. പക്ഷെ എനിക്ക് അത് വൃത്തിയായി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു പേടിയുണ്ട്. അതങ്ങനെ പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിൽ എനിക്ക് പേടിയുണ്ട്. ഷോർട്സ് ആവുമ്പോൾ ഒരു 60 സെക്കൻഡിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ മറ്റേതാവുമ്പോൾ ഇനി ലാഗ് അടിക്കുവോ കാണുന്നവർക്ക്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അതാ, സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ എന്റർടൈൻ ചെയ്തിരുത്താൻ ഷോർട്സ് ആയിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സിൽ തന്നെ നിൽക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻസെക്യൂർ ആണോ എന്ന് ചോദിക്കാൻ കാരണം ഇപ്പം ഞാൻ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ എൻ്റെ വീഡിയോ ആര് കാണാനാ, എന്നോട് ഇപ്പം Q&A ഞാൻ പോസ്റ്റ് ഇട്ടാൽ ആര് കമന്റ് ചെയ്യാനാ. അപ്പം ഇത് കുറച്ചായി ഞാൻ ആ സാധനം ഞാൻ ചോദിച്ചു, നമ്മളും ഒരു ഇൻഫ്ലുവൻസർ ആണ്, വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 7 ലക്ഷം സബിന് മേലെ ഉണ്ട്. എന്നിട്ട് പിന്നെ സ്റ്റിൽ ആ ക്വസ്റ്റ്യനിങ് വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. ആ Q&A ചെയ്തത് 1.5 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ്. അപ്പോഴാണ് ആ Q&A ചെയ്തത്. പക്ഷെ പബ്ലിഷ് ചെയ്യുന്നത് 3 lakh സബ്സ്ക്രൈബേഴ്സോ എന്തോ വന്നപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്. ഇൻസെക്യൂരിറ്റിയോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇനിയും പറയണമെന്ന് തോന്നുന്നു. അല്ല, അത് നമ്മൾ തീർച്ചയായും വിചാരിക്കും. കാരണം അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമല്ലോ, അപ്പോൾ അധികം ലൈക്സ് വരില്ല, അതിൽ കമന്റ്സ് വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്റെ Q&A ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു Q&A ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ആരെങ്കിലും അതിൽ കമന്റ് ചെയ്യുവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിനും ഒത്തിരി കമന്റ്സ് വന്നിരുന്നില്ല. എന്നിട്ടും വന്നിരുന്നില്ല, ഒരു 10-20 കമന്റ്സ് വന്നിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വേറെ യൂട്യൂബേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറവാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാ ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞെടുത്ത് വെച്ച Q&A ആയിരുന്നു. പക്ഷെ ആ Q&A പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞു, കുറെ പേർക്ക് ഇഷ്ടമായി എന്ന് അങ്ങനെ പറഞ്ഞു. കാരണം നമ്മളിപ്പോ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ചില ആൾക്കാർക്ക് ഇപ്പൊ ഇതേപോലെ സ്ട്രഗിൾ ചെയ്ത് മെല്ലെ മെല്ലെ ഗ്രാജുവലി ഗ്രോത്ത് വരുന്നത്. അപ്പം നമുക്ക് ഈ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ നമ്മൾ ആക്റ്റീവായി നിൽക്കുമ്പോഴല്ല നമുക്ക് കൂടുതലും ഇങ്ങനത്തെ നമുക്ക് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പം അത് നമുക്ക് ആദ്യം ഇതിന്നൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അപ്പം ഈ വീണ്ടും ഒരു പ്രചോദനം എന്തായിരുന്നു ലൈക്ക് വീഡിയോസ് ഇടാനും? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യം കുറച്ച് വീഡിയോസ് ഇട്ടു, അതിൽ 1-2 ആദ്യമേ കേറി. അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം ആദ്യം ചാനലിന്റെ പേര് കുക്ക് വിത്ത് രവീണ എന്നായിരുന്നു, കുക്കിംഗ് ആയിരുന്നു. പിന്നെ അത് നമുക്ക് അങ്ങനെ കേറുന്നില്ല. ഒരു ഭീഷണിയാവുന്നുണ്ട്. അതാണ് എന്റെ ഉദ്ദേശം. അല്ല, കുക്ക് വിത്ത് രവീണ എങ്ങനെ കുക്കൊക്കെ നല്ലതാണോ? കുക്കല്ലേ പറഞ്ഞിട്ടുണ്ട്. മീൻകറി നന്നായിട്ട് വെക്കും. മീൻകറി നന്നായിട്ട് വെക്കും. ഞാൻ ആകെ വീട്ടിൽ മീൻകറി മാത്രമേ വെക്കാറുള്ളൂ. പിന്നെ ഏട്ടന് അമ്മയുണ്ടല്ലോ. എല്ലാ ദിവസവും കുറെ കറികൾ വെക്കാൻ പറ്റുമോ? ഒരു ദിവസം ഒരു കറി. അല്ല, ചാനലിൽ കുറെ കറികൾ ഇടുമായിരുന്നു. അപ്പൊ ആ സമയത്ത് വെക്കൂല. ഇവർക്കൊക്കെ ഞാൻ കഴിക്കാൻ കൊടുക്കും. എന്നിട്ട് എങ്ങനെയുണ്ട്? സീരിയസ്ലി പറയണം, എങ്ങനെയുണ്ടായിരുന്നു? മീനിന്റെ ഒരു ഇപ്പൊ പിടിച്ച് തിന്നുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മീൻകറി അല്ലാണ്ട്? ഇവളുടെ കുക്കിംഗ് ആണ്. കുക്കിംഗ് ഞാൻ ഒന്നാമത് ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ മീനും മുട്ടയും മാത്രമേ കഴിക്കൂ. അപ്പൊ മറ്റ് നോൺ വെജ് ഒന്നും എങ്ങനെ കൊടുത്താലും കഴിക്കും. ശരിക്കും കുക്ക് വിത്ത് രവീണ ആയിരുന്നു നല്ലത്, വൈബ് വിത്ത് രവീണ നല്ലത്? വൈബ. കാരണം വൈബിൽ നമുക്ക് എല്ലാം ആഡ് ചെയ്യാം. കുക്ക് വിത്ത് എന്ന് പറയുമ്പോൾ
കുക്ക് വേണ്ട വൈകിപ്പ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാലേ കുക്കിംഗ് പ്രസന്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ച് എല്ലാം പ്രസന്റേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ കുക്കിംഗ് എനിക്ക് നല്ലോണം പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്നാൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെ ചാനൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ ആദ്യത്തെ ശരിക്കും എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. കിൻഡർ ജോയ്ക്ക് ആയിരുന്നു എന്റെ കണ്ടന്റ്. കിൻഡർ ജോയ് പൊട്ടിച്ചിങ്ങനെ നമ്മള് തിന്നും എന്നിട്ട് കളിപ്പാട്ടം കൊണ്ട് കളിക്കും. അതില്ലേ പ്രായം 28 ഉണ്ട്. അത് കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വാങ്ങുന്ന കിൻഡർ ജോയ് ആണ്. എന്റെ കിൻഡർ ജോയുടെ വ്യൂസ്, എന്റെ ആദ്യത്തെ കിൻഡർ ജോയുടെ വ്യൂസ് എത്രയാ? 6 മില്യൺ വ്യൂസ് ഉണ്ട്. കിൻഡർ ജോയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അതാ കിൻഡർ ജോയ്ക്ക് ഭയങ്കര പവറാ, ഭയങ്കര മൈലേജാ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. 2 കിൻഡർ ജോയ് ശരിക്കും കിൻഡർ ജോയുടെ ടോയ്സ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു. ഇപ്പൊ പൂജ ഇരുന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കിൻഡർ ജോയ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ കളിപ്പാട്ടം എന്താണെന്ന് അറിയാനായിട്ട് പൂജ നോക്കും. അതാണ്, അതിലാണ് കിൻഡർ ജോയുടെ പവർ. പിന്നെ നമ്മുടെ വായില് നമുക്ക് ഇതിലും നല്ല ഞാനല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ചാനൽ കയറി വന്നത്, മനസ്സിലായല്ലോ. അപ്പോ വൈബ് എത്തിയപ്പോഴേക്കും അത്യാവശ്യം ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പൊ പൂജ ആദ്യം പറഞ്ഞില്ലേ ഇൻസെക്യൂരിറ്റി, അത് ശരിക്കും ഇൻസെക്യൂരിറ്റി അല്ല. നമുക്ക് നമ്മൾ ഓരോ കണ്ടന്റ് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ അടിയിലുള്ള കമന്റ്സ് വരും. കൂടുതൽ കുട്ടികളാണ്. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ആ ഒരു സ്നേഹം കിട്ടുന്നത് കുട്ടികളുടെ അടുത്തുനിന്നാണ്. അപ്പൊ ചേച്ചി എന്തിട്ടാ ടൈഗറിനെ ഉണ്ടാക്കോ, എന്നിട്ട് ഹോഴ്സിനെ ഉണ്ടാക്കോ, യൂണിക്കോൺ, അങ്ങനെയൊക്കെ കമന്റ്സ് വരുന്ന, സ്പൈഡർമാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാ, ഇതൊക്കെ ഇരുന്ന് കുഴച്ചുണ്ടാക്കും. ഇതാണ് എന്റെ പണി. അപ്പോ കുറച്ചുകൂടി വലിയ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. നറേഷൻ അപ്പൊ നറേഷൻ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പറഞ്ഞു നമ്മുടെ രവീണയുടെ ഏറ്റവും വലിയൊരു സംഭവം തന്നെ സ്പീഡ് സംസാരിക്കും. പക്ഷെ രവീണ എന്നിട്ടും പറഞ്ഞു വേണമെങ്കിൽ ഈ വീഡിയോ എന്താ പറയാ 1.5 ഇട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു എഫക്റ്റിൽ കേൾക്കണ പോലെയാണ്. അപ്പം ആ വൈറലായ മഴത്തുള്ളിയുടെ ആ ഒരു സംഭവം ഇല്ലേ, ഡയലോഗ് പറയാനാണോ? ഞാൻ മറന്നുപോയി, എന്നാലും ശ്രമിക്കാം. ഹലോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടല്ലേ ചെമ്പിലയിൽ തത്തി കളിക്കുന്ന വെള്ളത്തുള്ളികളെ ഓർമ്മ വരുന്നത്. അന്ന് ആ വെള്ളത്തുള്ളികൾ അതേ റൗണ്ട് ഷേപ്പിൽ തന്നെ കയ്യിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിലും ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് അതേ വെള്ളത്തുള്ളികൾ എൻ്റെ കൈവേളയിൽ ഇങ്ങനെ കിട്ടിയപ്പോൾ തോന്നുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, നൊസ്റ്റാൾജിയ. ഇതാണ് ഈ സ്പീഡിൽ ഞാൻ സംസാരിക്കുന്നതാ. അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷോട്ടാ. ഇൻഷോട്ടിൽ ഒരു ക്യാമറയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുവാണ്, പുറകിൽ വോയിസ് ഓവർ വരും. പുറകിൽ വോയിസ് ഓഡിയോ കൂടെ വരുവാണെങ്കിൽ നമുക്ക് സ്പീഡാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പീഡാക്കാൻ പറ്റില്ല. നമ്മുടെ വോയിസ് വേറെ വോയിസ് ഒക്കെ ആയിപ്പോവും, സൗണ്ട് മാറിപ്പോവും. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ തന്നെ സ്പീഡിൽ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്നതാ. ഓൾറെഡി അത്യാവശ്യം സ്പീഡുണ്ട് സംസാരത്തിന്. ഇങ്ങനെ ഭയങ്കര പതുക്കെയല്ല സംസാരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഇങ്ങനെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ കറക്റ്റ് അത് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അത് കിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതി 1-2 ഡയലോഗ്സ് എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ എഡിറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ വായിലിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 4-5 വട്ടം ആവുമ്പോഴേക്കും അത് സ്പീഡായിട്ട് വരും. എന്നുവെച്ചാൽ എനിക്കൊരു വീഡിയോ കാണുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ ഭയങ്കര വെമ്പല് കൊണ്ട് ഞാനിങ്ങനെ നിൽക്കും. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തീർക്കണം എന്ന് തോന്നും. പറഞ്ഞു തീർക്കണം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർക്കും. ഞാൻ പറയൂ എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അല്ല ഇപ്പൊ ഈ യൂട്യൂബ് കാരണം ഒരു സ്കില്ല് ഇത് പഠിച്ചു. അപ്പം പാർട്ട്ണർ ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കണേ, നിങ്ങൾ തമ്മിൽ തല്ലുകൂടുമ്പോ ഇതേപോലെ ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് തല്ലുകൂടുന്നത്. പിന്നെ ഞാൻ ആയിക്കോട്ടെ അവിടെ ആ ഒരു ദിവസത്തെ മൂഡ് കളയുന്ന വെച്ച് ഇതേ സ്പീഡിൽ സംസാരിച്ചാണോ ചീത്ത വിളിക്കാറ്? സ്പീഡ് സംസാരിക്കുമ്പോ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ വിട്ടുകൊടുക്കും. ബീറ്റ് ഇട്ട് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പം അഡ്വക്കേറ്റ് ആയി പഠിച്ചിട്ട് പ്രാക്ടീസ് ഇപ്പൊ ചെയ്യുന്നില്ല. യൂട്യൂബ് കയറി വന്നില്ലേ? എവിടെന്നെങ്കിലും കാശ് കിട്ടിയാ പോരെ? നല്ലൊരു പ്രൊഫഷണൽ അല്ലേ? ശരിയാണ്. പക്ഷെ ഞാൻ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രായവും ഈ ഒരു കോലമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ യൂട്യൂബിൽ കുറച്ച് നാൾ അങ്ങനെ, ഇപ്പൊ കുറച്ച് പിള്ളേര് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഇത് ഞാൻ 10 വർഷം കഴിഞ്ഞിട്ട് വരുന്നെങ്കിൽ ഇത് വിളി മാറി ആന്റി ആവും. അതെനിക്ക് അത്ര താല്പര്യമില്ല. അപ്പൊ കുറച്ച് നാൾ ചേച്ചിയായിട്ട് തന്നെ നിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആന്റി ആയിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ അഡ്വക്കസി ആണെങ്കിൽ കുറച്ച് നാൾ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അത് ശരിയാണ്. അതിൽ തന്നെ നിൽക്കേണ്ടി വരും. അല്ലെ പിന്നെ ഈ യൂട്യൂബിനകത്ത് പിന്നെ ഇതിന്റെ റൂൾസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലായി അത് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട്
ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് കയറി വരുന്ന ഒരു സമയത്ത് അത് കയറി വരട്ടെ, അതിന് കഴിഞ്ഞിട്ട് അഡ്വക്കസി ബാക്കി തിരിച്ചു വരണമെങ്കിൽ പിന്നീട് വരാം എന്ന് വെച്ചു. രാജ്മോഹൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഞാൻ ബാങ്കിൽ SBI ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പം ഇപ്പൊ രാവിലെ ഇപ്പം എന്തായാലും ഒരു ഡെയിലി ജോബ് ആണല്ലോ ആ ഒരു സംഭവം. അപ്പൊ ഭാര്യ ഇവിടെ കിടന്ന് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ ഡെയിലി എണീറ്റ് അങ്ങനെ തോന്നിയിട്ടോ? നല്ല വിഷമുണ്ട്, അങ്ങനെ പറയുന്നത് നല്ല വിഷമമുണ്ടായില്ല. ഞാൻ പുള്ളിക്കാരിയുടെ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവളുടെ ഒരു ജോബാണ്. അപ്പൊ അതിനെ എനിക്ക് ക്യൂരിയസ് ആണ് അവള് ചെയ്യുന്ന ഓരോ വീഡിയോസ് വരുമ്പോൾ. അതെ, ഞാൻ ചോദിച്ചാൽ നമുക്കൊരു 9 to 6 അങ്ങനെ ഒരു ജോബ്, ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ വർക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. പക്ഷെ ശരിക്കും ഇതിനൊക്കെ മുമ്പ് ടിക്ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ടിക്ടോക്കിനകത്ത് ഏറ്റവും കൂടി വീഡിയോ ചെയ്തോണ്ടിരുന്നത് ഞാനാ. അത് കഴിഞ്ഞ് എടുക്കണം. ഇപ്പം ആളുകൾ ക്രിയേറ്റീവ് ആയല്ലോ, മറ്റേത് ഡബ് സ്മാഷ് പോലത്തെ സംഭവങ്ങളാണ്. മാർക്കറ്റ് പോയി, ഇല്ലം പോയി, നല്ല വിഷമമുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവള് ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോഴും അവൾ ആ സമയത്ത് ഈ ഇൻസെക്യൂർ കണ്ടന്റ് നല്ലത് മാത്രമേ ഇടൂ, നല്ലത് അല്ലാത്ത ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും അങ്ങനത്തെ നോക്കി ഇടുള്ളൂ. ഡാൻസ് നമ്മള് പിന്നെ ഏത് ഡയലോഗുകൾ ഞാൻ എപ്പോഴും സബ്സ്ക്രൈബേഴ്സിനെ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം 60 സെക്കൻഡ് ആണ് അവർ കാണുന്നെങ്കിലും അത് വെറുത്തായിട്ട് അവർക്ക് തോന്നണ്ടേ. കാര്യം ഞാൻ ചറവറ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുവാണ്, പക്ഷെ അതിൽ കാണാനുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം വേണം എന്ന് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഏട്ടൻ പറഞ്ഞ പോലെ. ഇപ്പൊ നമ്മള് യൂട്യൂബിനെ പറ്റി അധികം അറിയാത്തവർക്ക് വേണ്ടി ചോദിക്കണം. അതായത് നമ്മൾ സാധാ വീഡിയോ ഇടുന്നതും ഇപ്പൊ ഷോർട്സിലാണ് മെയിൻ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാധാ വീഡിയോ ഇടുന്നതും ഈ ഷോർട്ട് വീഡിയോ ഇടുന്നതിനും റവന്യൂവിന് വ്യത്യാസം വരില്ലേ? ഒത്തിരി വ്യത്യാസമുണ്ട്. ഒത്തിരി വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8.5 minutes അത്രയൊക്കെയല്ലേ യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ വരേണ്ടത്, ആഡ് വരാനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഒരു 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഇടുവാണെങ്കിൽ അത് ഒരു 10 ലക്ഷം വ്യൂസ് വരുവാണെങ്കിൽ, 1 million വ്യൂസ് വരുവാണെങ്കിൽ നമുക്കൊരു 30,000 എന്നൊക്കെ ഒരൊറ്റ വീഡിയോക്കൊക്കെ പറയാൻ പറ്റും. പക്ഷെ അത് തന്നെ നമ്മൾ ഷോർട്സ് ചെയ്യുവാണെങ്കിൽ 10 ലക്ഷം വ്യൂസ്, അതായത് 1 million വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 600 രൂപയൊക്കെ കിട്ടുള്ളൂ. ഒരു 10 ലക്ഷം വ്യൂസ് 1 million വന്നു കഴിഞ്ഞാൽ എന്താ പറയാ വ്യൂസ് വരുന്നതിന് 621 അങ്ങനെ എന്തൊക്കെയാ എനിക്ക് റവന്യൂ കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് തന്നെ ഒരു 50 ലക്ഷം 5 million വ്യൂസ് വരുവാണെങ്കിൽ ഒരു 600 നിന്നും കുറച്ചുകൂടിയൊക്കെ വ്യത്യാസം ഉണ്ടാകും, ഒരു 3000 അടുക്കേ കിട്ടും. അങ്ങനെയാണ്. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട് ശരിക്കും ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും തമ്മിൽ. അതുകൊണ്ടാണ് ഇപ്പൊ മെയിൻ യൂട്യൂബേഴ്സ് അത്യാവശ്യം പണ്ട് തൊട്ടേയുള്ള യൂട്യൂബേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ മനസ്സിലാവും, അവർ എപ്പോഴും ഒരു ലോങ് വീഡിയോ ഇടും, തീർച്ചയായിട്ടും ഇടും. കാരണം അവർക്ക് അറിയാം ലോങ് വീഡിയോയിലാണ് റവന്യൂ കൂടുതലായിട്ട് ജനറേറ്റ് ആവുകയെന്ന്. പക്ഷെ നമ്മളിപ്പോ സബ്സ്ക്രൈബേഴ്സിനെ സംതൃപ്തിപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്ക് റവന്യൂ ശരിക്കും കുറവാണ്. ഒരു മാസം ഇപ്പൊ ഷോർട്സ് മാത്രം ഇട്ടോണ്ടിരിക്കുമ്പോൾ ഒരു മാസം എത്ര റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ട്? അല്ല, എനിക്ക് ഒരു 30,000 ഷോർട്സിന് അത് അത്രയും ഇരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും വീഡിയോസ് വന്നതില് എല്ലാത്തിനും മില്യൺ കയറിയിട്ടാണ്. മില്യൺ അടുക്കേ, എല്ലാത്തിനും മില്യൺ കയറൂല, എന്നാലും ഒരു 8-9 വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും മില്യൺ വരുമ്പോൾ നമുക്കൊരു 30,000 അടുക്കേ കിട്ടും. 30,000 കറക്റ്റ് ആ ഒരു ഫിഗർ നമുക്ക് കിട്ടൂല, പക്ഷെ എന്നാലും അതിനടുത്തേക്ക് വരും. പക്ഷെ ഇത് തന്നെ ലോങ് വീഡിയോസിനാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യൂട്യൂബറായി. അതും കൂടെ ട്രൈ ചെയ്തൂടെ അല്ലേ? ലൈക്ക് എന്തായാലും മെനക്കെട്ട് ഇറങ്ങുന്നുണ്ട്, അപ്പൊ പിന്നെ ആ ഒരു വീഡിയോ ഇതും കൂടെ ചെയ്യാൻ പറ്റും. അത് ഞാൻ വിചാരിക്കാറുണ്ട് ചെയ്യണോന്ന്, പക്ഷെ എനിക്ക് അത് കറക്റ്റ് ആയിട്ടങ്ങ് വരുന്നില്ല, ഒത്തു കിട്ടുന്നില്ല. ഇപ്പൊ ഒരു നെറ്റിപ്പട്ടത്തിന്റെ ഷോർട്സ് ഇട്ടായിരുന്നു, അതിന്റെ ലോങ് വീഡിയോ ചെയ്തു, ക്രാഫ്റ്റ് അല്ലേ. അപ്പോൾ എനിക്ക് കൂടുതൽ ക്രാഫ്റ്റിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ വീട്ടിൽ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു, അതെന്തോ ഒരു താല്പര്യം വരുന്നില്ല. ഇനിയിപ്പോ കാശ് തീരെ ഇല്ല, കാശ് ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണെങ്കിൽ ഞാൻ മാറ്റിപ്പിടിക്കും. എന്തായാലും നാട്ടുകാരെ വീട്ടുകാര്യങ്ങൾ കാണിച്ച് വെറുപ്പിക്കും, അതുറപ്പാണ്. ഈ ഷോർട്സ് ഇടുന്നതിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ സബ് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ ഒരാൾ കാണണ്ടുള്ളൂ. നമുക്കിപ്പോ ആർക്കും സമയമില്ലല്ലോ, അപ്പൊ പെട്ടെന്ന് കണ്ടുപോകുന്നതല്ലേ എല്ലാരും കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലത് ഷോർട്സ് ആണ്. ഇപ്പം ഇവര് മാരേജ് കഴിഞ്ഞിട്ട് ഒരു 6 years 6 years ആയി. ഓക്കെ. അപ്പം ഇത്രയും സ്പീഡിൽ സംസാരിക്കുന്ന, ഇത്രയും ഇൻട്രോവേർട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇൻട്രോവേർട്ടാണ്. അപ്പം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് വർക്ക് ലൈഫും ഈ ഒരു യൂട്യൂബ് ലൈഫ് ഇവിടെ? അങ്ങനെ ആ ഒരു ബാലൻസ് എങ്ങനെ പോകുന്നത്? പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞ പോലെ 9 to 6 ജോബാണ്.
അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവളുടെ വീട്ടിൽ പോകുന്നു, അവിടെയാണ് അവളുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ അവളും ഓൾമോസ്റ്റ് 96 ജോബ് പോലെ തന്നെ അവളും പോയിട്ട് വരുന്നു. അപ്പോൾ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ എൻ്റെ അടുത്ത് പറയും. ഇങ്ങനെ ചിലത് പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നെ ഇന്നത് പർച്ചേസിങ്ങിന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സാധനം മേടിക്കണം, ഏട്ടാ കുറച്ച് കാശിടും, അതാണ് പർച്ചേസിങ്ങിന്റെ കാര്യം എന്നോട് പറയും. അതുകൊണ്ട് ഞാനാ പറയുന്നത്. നമുക്ക് ഒരു കൊച്ചു പയ്യനും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ കൂടുതലും ആക്ച്വലി രവീണയുടെ വീഡിയോയിൽ ഹസ്ബൻഡ് മോനെ ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം എന്തുകൊണ്ട് ആ ഒരു ഇത് കാണിക്കാത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്? ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവരെയൊക്കെ പിടിച്ച് എങ്ങനെ കാണിക്കാനാ? മകനെ ഈ എന്നുവെച്ചാൽ ചില വീഡിയോസ് വരുമ്പോ ഇങ്ങനെ ഏട്ടനെ നിർത്തുന്ന വെച്ചാൽ ഡാൻസ് വീഡിയോസ് ചെയ്യുമ്പോൾ ഏട്ടനെ നിർത്തും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും കൊച്ചിന്റെ മുഖം ഉൾപ്പെടുത്തും. അങ്ങനെ വീഡിയോസ് വന്നിട്ടുണ്ട് ചിലതിലൊക്കെ. ബാക്കി കൂടുതലും ക്രാഫ്റ്റ് ഒക്കെ ആവുമ്പോൾ പിന്നെ അതിന് തന്നെ സമയം തികയില്ലല്ലോ. കാര്യം 60 സെക്കൻഡിൽ വീഡിയോ പോവുകയാണെങ്കിലും ഒരു 8-9 മണിക്കൂറൊക്കെ ഇരുന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. അത്രയും ലെങ്ത് ഉള്ള വീഡിയോസ് ആണ് ഈ ഒരു 60 സെക്കൻഡിലായിട്ട് ഞാൻ അങ്ങ് ഇടുന്നത്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് വേറൊന്നും കാണിക്കാനില്ല അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. മകൻ എന്താ ചെയ്യുന്നത്? 2 വയസ്സ് കഴിഞ്ഞിട്ട് 2 വയസ്സ് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ സംസാരിക്കും. അങ്ങനെ ABCD ഒക്കെ പറയും, പാട്ടൊക്കെ പാടും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ മകനെ നോക്കാൻ സമയം കിട്ടാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് കുറെ സമയം ഉണ്ടല്ലോ. ആണല്ലേ? പക്ഷെ എനിക്ക് നല്ലോണം സമയം. ഇവള് 9 to 6 പോലെ തന്നെ അവളും 9 to 7 പോലെ തന്നെ അവളും വർക്ക് ചെയ്യുന്നത്. തിരിച്ചു വീട്ടിൽ വന്നു. അല്ല ആക്ച്വലി ഇപ്പൊ നമ്മള് വീട്ടില് ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കണം അങ്ങനത്തെ ഒരു സമയത്താണെങ്കിലും ഇതും അതും ഒക്കെ നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈസിയാ തോന്നുന്നു. ലൈക്ക് ടു ഹാൻഡിൽ അല്ലേ? ഡെലിവറി കിട്ടും. ശരിയാണ്. പക്ഷെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്, ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുക്കിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ ഒത്തിരി സമയം എടുക്കും, ഒത്തിരി മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ ഈ അന്ന് ഫീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മര്യാദക്ക് ഫുഡ് കഴിക്കില്ല, പക്ഷെ ഫീഡ് ചെയ്യും കുട്ടീനെ. അങ്ങനെയൊക്കെ കുറെ. പിന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിലും തീരെ എഡിറ്റിംഗ് അറിയില്ല. അപ്പോൾ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആദ്യം കുറച്ച് സമയം. ആ ഒരു ടൈമിൽ അതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോയെന്നാ. ഞാൻ അങ്ങനെ നന്നായില്ല ശരിക്കും. മെയിനായിട്ട് യൂട്യൂബ് കാരണമാണ് ഞാൻ വണ്ണം കുറഞ്ഞു വന്നത്. ആണോ? എന്താ പറയണ രാജ്? എന്തെങ്കിലും കഴിക്കണ്ടേ? നിർബന്ധിച്ചാലും കഴിക്കില്ല. വീഡിയോസ് ചെയ്യാൻ ഇരിക്കുവാണെങ്കിലും ഞാൻ അങ്ങനെ കഴിക്കാറില്ല, കഴിക്കാൻ വിട്ടുപോകും. അതിന് മറന്നു വന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കയറി വന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നല്ല ഷോർട്സ് വീഡിയോസ് പ്ലസ് നല്ല വീഡിയോസ് ചെയ്യേ. ശരിക്കും ഇടും, ഇനി കാശുണ്ടാക്കും. അവിടുത്തെ പറയുന്നു നല്ല പണിയാണ്, നടത്തണം അല്ലേ? ഓക്കെ. അപ്പൊ നല്ല നല്ല വീഡിയോസ് വരട്ടെ, നല്ല ക്രാഫ്റ്റ് വർക്ക് കാണണം, അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങള് ഇങ്ങനെ തന്നെ പോണം. ഓക്കെ. അടുത്ത പ്രാവശ്യം ഇനി കാണുമ്പോൾ ഒരു 1 million ഒക്കെ അടിച്ചിട്ട് കാണും. വിളിക്കോ ഇനി? അപ്പൊ എന്തായാലും ഞങ്ങൾക്കും പൂജനെ കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ബിഗ് ബോസിൽ മാത്രമല്ല നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം. ഓക്കെ. താങ്ക് യു സോ മച്ച് വന്നതിൽ, അതുപോലെ തന്നെ നമ്മൾ കുട്ടി കുട്ടി കഥകളൊക്കെ ഷെയർ ചെയ്തതിലും. ഓക്കെ, കാണാം. ബൈ ബൈ. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.